ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാധാരണത്തിൽ വ്യത്യസ്തമായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നു. നല്ല ക്ലാസ്സായിരുന്നു. അതുപോലെ തന്നെ 6 വിഷയമാണ് സാർ തന്നിരുന്നത്. ഒന്ന് അപകർഷബോധം, ഒന്ന് ബുദ്ധിശക്തി, നിഷ്കളങ്കത, ജിജ്ഞാസ, ഭാവനാശക്തി, സർഗാത്മക, സംസാര വൈഭവം. ഇങ്ങനെ ഈ 6 വിഷയത്തിലും എല്ലാവരും സംസാരിച്ചു. എല്ലാവരും വളരെ നന്നായിട്ട് ഓരോരുത്തരടുത്ത് പറയാൻ സമയമല്ല. എല്ലാവരും ജയകുമാർ ആദ്യം വരാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നന്നായി സംസാരിച്ചിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട. അതേമാതിരി സാറ് വായിക്കുന്നുണ്ടെന്ന് വൈഫൊക്കെ പറഞ്ഞപ്പോൾ ആ വായന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭക്ഷണം. ഒരു സംശയവുമില്ല. ആര് വായിച്ചാലും എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടും. എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് വായിച്ച് വെച്ചാൽ നമ്മൾ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മളെ വിഷയം ഇനി വേറൊരാൾ എടുത്തല്ലോ, എനിക്കൊരു പുതുമ കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്യും, വേറൊരു വിഷയം. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വേറൊരു വിഷയം കൊണ്ടുവന്നേ. വേറൊരു വിഷയം കൊണ്ടുവന്നപ്പോൾ നല്ല വിഷയമായിരുന്നു എന്ന് സാറ് പറഞ്ഞതിനോട്. അപ്പോൾ അതെന്താ, നമ്മളൊന്ന് മുമ്പ് വായിച്ചു വെച്ചോണ്ടാണ്. അങ്ങനെ ഈ വായന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ശക്തി, ഒരു സംശയവുമില്ല. പിന്നെ ഈ കാര്യത്തിൽ വേറെന്താ പറയാനുള്ളത്, ഈ ഫ്രണ്ടിൽ ഇരിക്കണവരെ കണ്ട് നമ്മളിങ്ങനെ ചിലരൊക്കെ ഭയക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ എന്താ ചിന്തിക്കുന്നത്, ഇവർ നമ്മളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താനല്ല ഇരിക്കുന്നത്. ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ പരാജയപ്പെടട്ടെ എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലില്ല. അതിന് നല്ല ഭാഗം നമ്മൾ ഉൾക്കൊള്ളും. നല്ല തമാശകൾ വന്നാൽ നമ്മൾ ചിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇനി നാടകമായാലും അത് പരാജയപ്പെടട്ടെ എന്ന് ആരും ചിന്തിക്കണില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് സപ്പോർട്ടേ ചെയ്യുള്ളൂ. അവരെ പ്രോത്സാഹനം ഉണ്ടാവും, അവരെ കയ്യടി ഉണ്ടാവും. എന്നും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു തോന്നൽ നമുക്ക് വെറുതെ വരികയാണ്. അവരെ ധരിക്കണില്ല. അതന്നെ നമ്മളിങ്ങനെ പറഞ്ഞു പോകണം, അവരെ ചിന്തിച്ചിരിക്കണമെന്നില്ല. അവരെ കാര്യങ്ങൾ തന്നെ ഒരുപാട് ചിന്തിക്കാണ്ടാവും, ഓരോരുത്തർക്കും ചിന്തിക്കാണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളെന്താ ചെയ്യുക അറിയോ, വലിയ വലിയ നേതാക്കന്മാരൊക്കെ നമ്മളെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വിളിച്ച് അവരെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് അവരെന്തൊക്കെ ചെയ്ത് അതൊന്നും എടുത്ത് പറയുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് താനെ വരും. നമുക്ക് അതൊക്കെയാണ് ഇതിൻ്റെ സൂത്രങ്ങൾ. ഇതെന്നല്ലാതെ നമ്മൾ ഭയന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഭയം എന്ന് പറഞ്ഞാൽ ആകെ 2 മിനിറ്റ് 3 മിനിറ്റ് അതിങ്ങനെ പറഞ്ഞ് നമ്മളങ്ങനെ പോകുമ്പോൾ ആ ഭയം നമ്മളെ ശരീരത്തിൽ നിന്ന് പോയി. പിന്നെ നമ്മളാണ് ഹീറോ. നമ്മൾ ശരിക്കും നിന്നിട്ട് എവിടെ നിന്നിട്ടും ഏത് സദസ്സിലും എല്ലാവർക്കും സംസാരിക്കാൻ കഴിയും. എനിക്കിതിന് കഴിയും. ഞാൻ പറയുന്നത് അവർ കേൾക്കും. ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ ഞാൻ അറിയുന്നത് എനിക്ക് സുഖമായിട്ട് പറയാം. അങ്ങനെ എല്ലാവർക്കും പറയാൻ സാധിക്കട്ടെ എന്നും ഈ പരിപാടി വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നു.